ഹലോ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? മനുഷ്യനെ ജോലി കഴിഞ്ഞ് വന്നാലും ഉറങ്ങാൻ സമ്മതിക്കില്ല, ഇവിടെ പിടിച്ചിരുത്തിയേക്കാണ്. ആ ചോദ്യം ചോദിക്കാണ്ട് ഈ ചോദ്യം ചോദിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് മുഴുവനും കുത്തിപ്പിടിച്ചിരുന്ന വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു. പക്ഷെ എഡിറ്റിംഗ് ടേബിളിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പാർട്ട് റെക്കോർഡിങ് ഒക്കെ ഉണ്ടായിരുന്നില്ല. റെക്കോർഡൊക്കെ ഞെക്കിയായിരുന്നു. എന്താ അറിയില്ല, എന്താ സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ സംഭവം വന്നില്ല. അപ്പോ നമുക്ക് വീണ്ടും ചോദിക്കാം. അപ്പൊ ആദ്യത്തെ ഫ്ലോ ഉണ്ടോന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, ആദ്യമായിട്ട് ഉത്തരം പറയുന്നു, അതുപോലെ ആവില്ല ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ. അപ്പോൾ എനിവേ, അപ്പോൾ കുറേ നാളായി നമ്മൾ ഭാര്യയും ഭർത്താവ് ഇതിരുന്ന് സംസാരിച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് ബിഹൈൻഡ് ക്യാമറ എന്ന് മാത്രം, പുറകിൽ സൗണ്ട് ഉണ്ട് വേണ്ട. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ഇതേപോലെ ജാൻ ചേട്ടൻ എന്ത് ടോപ്പിക്കാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനം കുറേ ടോപ്പിക്സ് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാവം ഭർത്താവിനെ കുറിച്ചിട്ടാണ്. അതായത് ഭർത്താക്കന്മാരെ കുറിച്ചിട്ടാണ്. അതായത് കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയ്ക്കും സ്വന്തം അച്ഛനമ്മയ്ക്കും നടുവിൽ വിടുന്ന ഒരു ഭർത്താവ്. അപ്പൊ ആ ഭർത്താവ് ആരുടെ പക്ഷം പിടിക്കും? ഭാര്യയുടെ കൂടെ നിൽക്കണോ, അല്ലെങ്കിൽ ഇത്ര കാലം വളർത്തിണ്ടാക്കി അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കണോ, അല്ലെങ്കിൽ എന്താണ് ആ പുരുഷൻ ചെയ്യേണ്ടത്? ഇപ്പൊ ജാൻ ചേട്ടൻ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ജാൻ ചേട്ടൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം? ആരും കൂടെ നിൽക്കണ്ട, അവൻ എന്റെ കൂടെ അല്ല, ഒരു കുടുംബം മുന്നോട്ട് പോവാൻ എന്താ ചെയ്യേണ്ടത്? കുടുംബം മുന്നോട്ട് പോകാൻ സകല വിധ എന്താ പറയാ എല്ലാ റോളുകളും, ഈ ശകുനിയുടെ റോള് ചെയ്യേണ്ടി വരും, ചിലപ്പോ ശ്രീകൃഷ്ണന്റെ റോള് ചെയ്യേണ്ടി വരും, അങ്ങനെ എല്ലാ റോളും ചെയ്യേണ്ടി വരും. അപ്പോ ഇപ്പൊ ഇതില് എനിക്ക് മെയിനായിട്ട് ഓർമ്മ വരുന്നത് നമ്മളാ ഫ്ലാറ്റ് വാങ്ങിച്ച സമയത്ത് ഞങ്ങൾ കാണാതെയാണ് ഫ്ലാറ്റ് വാങ്ങിച്ചത്. ഞാനും വീണയും കണ്ടിട്ടില്ല, ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത്. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, സ്പേഷ്യസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പൈസ ഒക്കെ കൊടുത്ത് ആദ്യമായിട്ട് കാണാൻ പോയി. അവിടെ ചെന്ന് കണ്ട് അടുക്കള എങ്ങനെ കണ്ടപ്പോ വീണങ്ങനെ സടകുടഞ്ഞെഴുന്നിട്ട്, ഇതാണ് അടുക്കള, എങ്ങനെയാണ് അടുക്കള? ഞാൻ കണ്ട അടുക്കള ഇങ്ങനെയല്ല. അതായിരുന്നു എന്റെ ആ പാവം സെയിൽസിലുണ്ടായിരുന്ന അലക്സ് ഉണ്ടായിരുന്നു. അലക്സിന്റെ മുഖത്ത് ചോരയൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ നിനക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് പൈസ തിരിച്ചു വാങ്ങിക്കാം, അതിൽ 10,000 രൂപ കൊണ്ട് അവരെ ക്യാൻസലേഷൻ ഫീ വാങ്ങിച്ചിട്ട് ബാക്കി പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അല്ല, അതിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ വീണ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള അടുക്കളയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ നമുക്ക് പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇതില് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ എല്ലാരും കുടുംബത്തില് വീണയും അബിയും അച്ഛനും അമ്മയും ഒക്കെ അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ആ ഫ്ലാറ്റിന്റെ ഇതിലേക്ക് പോകുന്നത് നമ്മള്. അപ്പൊ അത് ഇനീഷ്യൽ പ്രത്യേകിച്ച് പണിയൊന്നും കഴിയാതെ കിടക്കുന്ന ഒരു സ്ഥലം കണ്ടാൽ നമുക്ക്, എന്നെ പോലുള്ള ഒരു ലേമാനോ വീണയ്ക്കോ അതിന്റെ പോസിബിലിറ്റീസ് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അച്ഛന് കുറച്ചും കൂടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അത് മനസ്സിലാവും. അപ്പൊ നമുക്ക് സ്പേസ് ഉണ്ട്, പ്രൊവിഷൻസും ഉണ്ട്, നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ. വേണമെങ്കിൽ ചുമര് തട്ടിക്കളയാം, അല്ലെങ്കിൽ കിച്ചനോട് കൂടെ തന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, സെർവൻസ് ബാത്റൂം, അത് മുഴുവൻ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ അത് കാണാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ എനിക്ക് എന്താ പറയുക, ഈ വഴി തന്നെ പറ്റുള്ളൂ, മറ്റാൾക്ക് ആ വഴി തന്നെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കത് എവിടെയും എത്താതെ പോകും. പലപ്പോഴും ഈ പല ആൾക്കാരെയും, ടീം മെമ്പേഴ്സിനെ ആണെങ്കിലും കുടുംബാംഗങ്ങളെ ആണെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ പല സ്വഭാവക്കാരുണ്ടാവും, പല താല്പര്യക്കാരുണ്ടാവും. അതേസമയം എല്ലാവർക്കും യുണീക്ക് സ്ട്രെങ്ത്സും ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അത് കുടുംബത്തിൽ മാത്രമല്ല എല്ലായിടത്തും ആ സ്കിൽ സെറ്റ് ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അത് ചില സമയത്ത് ഒരാളുടെ കൂടെ നിൽക്കേണ്ടി വരും, ചില സമയത്ത് മറ്റാളുടെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ആരുടെയും കൂടെ നിൽക്കാതിരിക്കുക ഏറ്റവും നല്ലത്, അല്ലേ? സ്ഥിരമായിട്ട് സ്വന്തം പക്ഷം പിടിക്കുക. ശരി ആരുടെ ഭാഗത്തോ ആ ഭാഗത്തുള്ള പക്ഷം പിടിക്കാൻ തുടങ്ങിയാൽ അതും നല്ലതാണ്. പക്ഷെ അത് ശരി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത് ഇപ്പോ ഭാര്യ വന്ന് പറയാണ് ഇങ്ങനെയാണ് കാര്യം, അച്ഛനമ്മയും പറയുന്ന വേറൊരു വേർഷൻ. അപ്പൊ അതില് നടുവിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരാവസ്ഥ. അതിപ്പോ എല്ലായിടത്തും എല്ലാ സ്കിൽസ് ഏത് മേഖലയിൽ ചെന്നാലും ഇങ്ങനെ
ശരി പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവും, എന്നാൽ കുറച്ച് കൂട്ടി പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് നമ്മൾ അതിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത് തന്നെ വീട്ടിലും പ്രതിഫലിക്കുന്നുള്ളത് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ രണ്ട് ഇതിലാണെങ്കിലും ഇപ്പോൾ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം ചെലവഴിക്കുന്ന സമയത്ത് അതിനു വേണ്ടി ചെലവഴിക്കാനും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കിൻ്റെയും കൂടെ ഇരിക്കുന്ന സമയത്ത് അതിനു വേണ്ടി ഇരിക്കാനും, അത് നമ്മൾ അതിനുള്ള സമയം ഇത് കണ്ടെത്തണം. ഇപ്പോൾ ഡോക്ടർ ബാബു പോൾ എഴുതിയിട്ടുള്ളൊരു ലേഖനമുണ്ട്. ഇദ്ദേഹം അച്ഛൻ എന്നുള്ള നിലയ്ക്ക് മകൻ എഴുതുന്ന ഒരു കത്ത് പോലെയാണ്. അതായത് നീ നിന്റെ കുടുംബത്തോടൊപ്പം നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക, അത് വിട്ടിട്ട് നീ എനിക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കൊന്നും വേണ്ട. ജീവിതം എന്നുള്ള വാഹനം മുന്നോട്ട് തന്നെ പോകേണ്ടതാണ്. ആ വാഹനം, നിന്റെ വാഹനം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മറ്റൊരു വാഹനത്തിൽ പിറകെ സഞ്ചരിച്ചോളാം. ഇടയ്ക്ക് റെയർ വ്യൂ മിററിൽ ഞാൻ വരുന്നുണ്ടോ നീ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഒരു വല്ലാത്തൊരു ഗഹനതയുള്ളൊരു ഇതാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ജീവിതങ്ങളാണ്. ഇപ്പോൾ ഒരു മകനായതുകൊണ്ടോ അച്ഛനും എല്ലാം ആയതുകൊണ്ടോ ഒരു കുടുംബമായതുകൊണ്ടോ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാവുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭാര്യയും ഒക്കെ ആയിട്ട് അത് കൃത്യമായിട്ട് വേറൊരു എൻറ്റിറ്റി തന്നെയാണ്. അത് ഈവൻ ഭാര്യ പോലും വേറെ എൻറ്റിറ്റി തന്നെയാണ്. അപ്പോൾ അതിൽ അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ തന്നെ വലിയ പാടാണ്. അതിനിടയിൽ അച്ഛനമ്മയും വരുമ്പോൾ അപ്പോൾ അതിൻ്റെ വേർതിരിവുകളും അത് വരുമ്പോഴും ഒക്കെ നമ്മൾ തന്നെ നിശ്ചയിച്ച് എപ്പോഴാണ് ഒന്നിച്ചിരിക്കേണ്ടത്, എപ്പോഴാണ് വേറിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എല്ലാവരും കൂടി ചെയ്താൽ എൻജോയബിൾ ആവുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവര് കൂടെ വരാവുന്ന ട്രിപ്സ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇനി എത്ര കാലം ഉണ്ടാവും അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രായമായ ആൾക്കാരും കൊണ്ട് പോകുമ്പോൾ അങ്ങനത്തെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ പോയി ട്രക്കിങ്ങും അല്ലെങ്കിൽ അൺഈവൻ സർഫസ്, കുറച്ചൊരു അൺഈവൻ സർഫസ് ഉള്ള സ്ഥലങ്ങളിൽ പോലും പോകാൻ പറ്റില്ല. കുറച്ച് ചാട്ടവും ഇതൊക്കെയുള്ള വഴികൾ അല്ലെങ്കിൽ അങ്ങനത്തെ 4 വീല് പോകുന്ന വഴികളിലൂടെ ഒന്നും പോകാൻ പറ്റില്ല. ആ പ്രായം അപ്പോ ഒരു എന്താ പറയാ ഹൈ റേഞ്ചും ഇതൊക്കെ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പൊ അതും ചെയ്യാറില്ല. അടുത്തടുത്തുള്ള അങ്ങനത്തെ നമ്മൾ ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മുടെ എൻജോയ്മെന്റ് അതനുസരിച്ച് മാറും. അപ്പൊ ആ സമയത്ത് ആ ട്രിപ്പ് അതിന് വേണ്ടിയുള്ളതായിട്ട് നമ്മൾ മാറ്റി വെക്കാണ്. അല്ലാത്ത സമയം ഭാര്യയും കുഞ്ഞുങ്ങളായിട്ട് മറ്റ് ഇതുകൾ പോകുമ്പോൾ അത് വേറെ എക്സ്പോസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഹൈ റേഞ്ചോ കൂടുതൽ അഡ്വഞ്ചറസോ ആയിട്ടുള്ള ട്രിപ്പ് പോവാം. ഇതും അല്ലാതെ ഈവൻ സോളോ ട്രിപ്പ് പോകുമ്പോൾ അതിലും അഡ്വഞ്ചർ ആക്കാം അല്ലേ. അപ്പൊ അത് അങ്ങനെ എന്താ പറയാ എല്ലാം ഇത് തന്നെ. ഭാര്യ ഫുൾ ടൈം ഭർത്താവ് തനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലും ബുദ്ധിമുട്ടാണ്. എനിക്കിട്ട് താങ്ങിയതാണോ? എനിക്ക് നിനക്കിട്ടല്ല അല്ല അത് തിരിച്ചു. അതെ, അതായത് അദ്ദേഹം ഒരു മകനും എന്താ പറയാ മാത്രമല്ല മകനും മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയ അവിടെ കുഴപ്പങ്ങളുണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം മൂടാണ്. അതാദ്യം ജാൻചേട്ടൊക്കെ പറയുമ്പോ സഹിക്കാൻ പറ്റില്ലായിരുന്നത്. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പറയണത്, നമ്മള് ഇങ്ങനെ ആള് കാത്തിരിക്കും മിണ്ടാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോ നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. പലരെയും കഥ കേൾക്കുമ്പോ ഇതൊക്കെ എല്ലായിടത്തുള്ളതാണ്. നമ്മളൊക്കെ അതില് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നതാണെന്ന് മനസ്സിലാവുമ്പോ ഒരു സന്തോഷം. അല്ല അതെന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും വലുതാ. ഇപ്പോൾ എൻ്റെ വിഷമം എനിക്ക് ഏറ്റവും വലുതാന്ന് തോന്നുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ കുറേ പേരുടെ കഥകളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇതുപോലെ ഓരോ ഏജ് അനുസരിച്ച് നമ്മളുടെ ആ ഒരു ഇതനുസരിച്ച് മാറ്റങ്ങൾ വരും. പിന്നെ കുറച്ച് വയസ്സാകുമ്പോൾ എക്സ്പെക്ടേഷൻസ് കുറഞ്ഞു വരും. അല്ല എക്സ്പെക്ടേഷൻസ് എന്നുള്ള സംഭവം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഭർത്താവ് ഇങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് തലവേദന വന്നു കഴിഞ്ഞാൽ എന്താ മോളെ ചോദിക്കണം, അല്ലെങ്കിൽ തടവി തരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതായത് എൻ്റെ അച്ഛനും അമ്മേനെ ചെയ്ത് അങ്ങനെ കണ്ടതുകൊണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യനെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. തലവേദനയാണ്, റെസ്റ്റ് എടുക്കൂ ഇങ്ങനെ പറയാൻ. തലവേദനയാണോ അന്ന് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. അതാണ് എൻ്റെ ഭർത്താവ് പറയുന്നത്. അല്ലാതെ മോളെ മാറിയോ, മോളെ ഒന്ന് വിളിക്കാൻ പോട്ടെ, അതങ്ങനെ വിളിക്കാറില്ല.
മാറിയോ അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്നൊന്നും ചോദിക്കാറില്ല. പിന്നെ ഭക്ഷണത്തിന് അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും അല്ല. എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നല്ലാതെ. അല്ലെങ്കിൽ ഈ വീട്ടിൽ അങ്ങനെ ചോദിക്കുന്ന ഒരാളില്ലേ? അവിയ അത് അവി ഇപ്പഴല്ലേ മോനെ. അത് ഞാൻ ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ ഞാൻ ഒട്ടുമേ കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ ആ കല്യാണം കഴിച്ച് വന്ന ഫസ്റ്റ് പീരീഡിന്റെ കാര്യം അതിപ്പോ അങ്ങനെ പറയല്ലേ. അപ്പൊ അതാ ഞാൻ പറയുന്നത്. അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോ അത് മനസ്സിലാവും. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പോവില്ല, തിരിച്ച് എന്റെ വീട്ടിലോട്ട് പോവില്ല എന്നുള്ള നല്ല ബോധ്യം എന്റെ കെട്ടിയവരുണ്ടായിരുന്നു. അപ്പോൾ അതുമായിരിക്കാം. പിന്നെ ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് കുറച്ച് ഒരുമിച്ച് കൂടെ ജീവിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. എത്ര പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് പറയുകയാണെങ്കിൽ പോലും ഒരുമിച്ച് ഒരു കൂരയുടെ നമ്മുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈവൻ പ്രേമിച്ച പേര് എന്നോട് സംസാരിക്കാറുണ്ട്. അവനോട് പറയും 10-15 വർഷം പ്രേമിച്ചാണ് ചേച്ചി, പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെ വൃത്തികെട്ടതായിരുന്നു എന്നൊക്കെ ഒരുമിച്ചും നമ്മുടേതായ സ്വഭാവങ്ങൾ തിരിച്ചറിയുന്നതുണ്ട്. അത് ഇപ്പോ മറ്റൊരാളുടെ മറ്റൊരാള് ഇങ്ങനെ പെരുമാറണം എന്ന് ചിന്തിക്കുന്നതിനേക്കാളിലേറെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ചിന്തിച്ചൂടെ. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഇവിടെ സാറ്റത്തിൽ പഠിപ്പിക്കാൻ പോയപ്പോ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആവശ്യമില്ലാതെ ഞാൻ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചീത്ത പറയുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ സ്വയം കൺട്രോൾ ചെയ്യാനും സ്വയം ഇത് ചെയ്യാനും അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പരിധി വരെയെങ്കിലും എനിക്ക് എന്നെ സെൽഫ് അവെയർ ആവാനും അതുവരെ കൺട്രോൾ ചെയ്യാനും മനസ്സിലാക്കിയ അല്ലെങ്കിൽ എനിക്ക് സാധിക്കുന്നുള്ളതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ടാണ് ഇത്രക്കെങ്കിലും എത്തിയത്. അല്ലെങ്കിൽ അതിനു മുമ്പായിരുന്നെങ്കിൽ ഇതിലേറെ. അപ്പോ അത് ഓരോ ഇപ്പോ നിനക്ക് തന്നെ തോന്നാറില്ലേ ഈ PMS ഇതൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്ങനെയാണ് അവനവന്റെ തന്നെയാണ് പ്രശ്നം, മറ്റാളുടെ അല്ല. അല്ല അതിപ്പോ ഈ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യത്തെ സമയത്ത് നമ്മളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്വയം നമ്മളെ മനസ്സിലാക്കുമ്പോൾ അത് കുറേ കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ചേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് സ്വയം ബോധ്യം വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ വീണ എന്തുകൊണ്ടാണ് ഈ സമയത്ത് വഴക്കിടുന്നത്, അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയൊരു തമാശ പറയുമ്പോൾ അത് തമാശയായിട്ട് എടുക്കുന്ന ഒരാള് ഇന്നത്തെ ദിവസം തമാശ പറയുമ്പോൾ അവൾ അത് സീരിയസ് ആയി എടുക്കുന്നു എന്ന് മനസ്സിലാക്കും. അത് ഞാനിപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് വീണ അങ്ങനെ ചെയ്യുന്നത്. കാരണം വീണയ്ക്ക് PMS ആണെന്ന് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അറിയാം. അപ്പൊ അതൊരു കുറച്ച് സമയം എടുത്തു നമ്മൾ അതിലോട്ട് എത്തിപ്പെടാൻ. അപ്പൊ അതാ പറയാം, ഒരു കുടുംബജീവിതത്തിൽ നമുക്കൊരു സമയം വേണം. അല്ലാണ്ട് ഓടിച്ച് ചാടി പെർഫെക്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഒരിക്കലും സാധിക്കുന്ന എനിക്ക് തോന്നില്ലേ. ഉണ്ടാവുന്നവരുണ്ടായിരിക്കാം, പക്ഷെ സാധാരണ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാള് ഒരു ദിവസം മോശമായി പെരുമാറിയാലും അത് ആ സന്ദർഭത്തില് എന്തോ ഹോർമോൺസിന്റെ അതിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട്. ഞാൻ പറയാം എനിക്ക് PMS ആണ്. ജാൻചേട്ടൻ എന്താണ് കുഴപ്പം? ജാൻചേട്ടൻ PMS ഉണ്ടോ? കൊറോണയായിരുന്നു. എന്റെ പൊന്നെ, ആ കൊറോണയുടെ ടൈം ഉണ്ടല്ലോ മക്കളെ, സഹിക്കാൻ പറ്റില്ലായിരുന്നു. രണ്ടുപേരും ഒരു മുറിയിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊറോണ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവി നന്ദുവിന് കുട്ടിയില്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നന്ദു നമ്മുടെ കൂടെ വന്നു. പക്ഷെ ആ 15 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷിച്ചു. കൊറോണ ആണെങ്കിൽ ഒരുമിച്ച് ഇരിക്കുക സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഈ മനുഷ്യന്റെ വേറൊരു മുഖമാണ് ഞാൻ കണ്ടത്. ദൈവമേ, വേണ്ടായിരുന്നു എനിക്ക് പുറത്തേക്ക് ഓടി പോകാനൊക്കെ തോന്നുന്നു. നമ്മൾ മിണ്ടിയിരുന്നില്ലേ 2 ദിവസമൊക്കെ. മിണ്ടാണ്ടിരിക്കാൻ ഒരു അവസരം, അതിനിടയിൽ അത് നശിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാനില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, വയ്യാണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു സംസാരിക്കാൻ ഇതേപോലെയൊക്കെ വർത്തമാനം പറയാന്ന് പറഞ്ഞാൽ ഞാനിരിക്കായിരുന്നു. അപ്പൊ മൗനവ്രതമായിരുന്നു മനുഷ്യൻ. ധ്യാനായിരുന്നു. പറഞ്ഞു വന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ എല്ലാ ദിവസവും വിളിക്കുക അച്ഛനമ്മയും. അപ്പൊ വിളിക്കുമ്പോ മിക്കവാറും എനിക്ക് ഒന്നോ രണ്ടോ ചോദ്യമേ ഉള്ളൂ. ഇന്നെന്താ വിശേഷം, വേറെ എന്തൊക്കെയുണ്ട്, ഇങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കഴിയും. വീണയാണെങ്കിൽ ഞാൻ വീണേനെ വിളിച്ച് ഫോൺ കൊടുത്ത് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ തേച്ച് വരുമ്പോഴും ഫോണും പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ അതേ പ്രീതിയുടെ വീടിന്റെ മുകളില് വെള്ളം നിൽക്കുന്നുണ്ട്, അതിനെന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇതെന്താ ചെയ്യുക, ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചോണ്ട് ഞാൻ വിചാരിക്കും ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അല്ലെങ്കിൽ ഒന്നൊന്ന് ഇങ്ങനെ ആയിട്ട്. അപ്പൊ വീണയ്ക്ക് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് വെറുതെ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സമയം സംസാരിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ വയസ്സായവരോടൊക്കെ ആണെങ്കിൽ ഇരുന്ന് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അവരെ കൊണ്ട് പറയിക്കുമ്പോൾ അവർക്കും സന്തോഷം, ഒരു ഊഷ്മളത. മോനാണെങ്കിൽ എന്റെ അച്ഛനോടാണെങ്കിലും വിളിച്ച് അച്ഛൻ തന്നെ വിശേഷം, അസുഖം എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ, ശരി
ഓക്കെ, അപ്പൊ അച്ഛൻ 2 വാക്ക് പറഞ്ഞു ആ ശരി മോനെ ഓക്കെ അവീരെടുത്ത് തന്നെ. അപ്പോ ഞാൻ വിചാരിക്കും അവര് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ചു നേരം മരുമോനോട് മിണ്ടാ അല്ലെങ്കിൽ മോനോട് മിണ്ടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ കുറച്ചു നേരം. പക്ഷെ ജാൻചേട്ടന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഫോണിൽ കൂടെ ജാൻചേട്ടൻ അത്ര വലിയ ഗുണമില്ല. അതായത് പെട്ടെന്ന് അങ്ങ് വൈൻഡപ്പ് ചെയ്യും, എല്ലാവരോടല്ല പക്ഷെ മിക്കവാറും പെട്ടെന്ന് തന്നെ ഫോൺ സംഭാഷണം നിർത്തുന്ന ഒരാളാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ പുള്ളി നല്ല എന്താ പറയാ ജോവിയലാണ്. അതും കുറച്ച് അടുത്ത് കഴിഞ്ഞാൽ ജാൻചേട്ടനെ കുറച്ച് എല്ലാവരോടും ക്ലോസ് ആകാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ വൺസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ എല്ലാം സംസാരിക്കും, കുറച്ച് നല്ല ചിരിച്ച് പ്ലസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതൊരു വലിയ കാര്യം. അല്ല, അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളും ഓരോ ദോഷങ്ങളും ഉണ്ട്. എനിക്ക് കൂടുതൽ ഞാൻ സംസാരിക്കുന്നതാണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാൻചേട്ടൻ മിതഭാഷയാണ്. ഇത്രയെങ്കിലും സംസാരിച്ചത് ഇപ്പോ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ വീണയുടെ ക്രെഡിറ്റ് എന്നല്ല, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ആദ്യമൊക്കെ വീഡിയോസ് എടുക്കാൻ വിളിക്കുമ്പോൾ ചേട്ടൻ വരെയില്ലായിരുന്നു, ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴും എന്റെ മക്കൾക്ക് മടി മാറിയിട്ടില്ല. അപ്പോൾ അവരും ശരിയാവുമായിരിക്കാം. പിന്നെ നമ്മൾക്ക് ഒരിക്കലും ഇവരൊന്നും കമ്പൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോന്നിന്റെ മുന്നിൽ കംഫർട്ടബിൾ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അവി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഇപ്പൊ എല്ലാവരോടും പീപ്പിൾ പേഴ്സൺ ആണ്. എല്ലാവരോടും നല്ലോണം ബിഹേവ് ചെയ്യാനും നല്ല എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കയ്യിലെടുക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവന് ക്യാമറയ്ക്ക് മുന്നിൽ പറ്റില്ല, അവൻ ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ല. അപ്പൊ എന്നോട് പറയും അമ്മ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഞാൻ അത് നമ്മൾ അവരുടെ ആ ഫ്രീഡത്തിന് നമ്മൾ ഒരു റെസ്പെക്ട് കൊടുക്കണമല്ലോ, അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അധികം കൊണ്ടുവരാത്തത്. അപ്പൊ അവയ്ക്ക് എപ്പോഴാണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കണം തോന്നും, തീർച്ചയായിട്ടും അവൻ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം സംസാരിച്ച് കുറേ ടോപ്പിക് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. അപ്പൊ അപ്പൊ എനിക്ക് ഇതേപോലെ കുറെ ചോദ്യങ്ങൾ വരാറുണ്ട്. പയ്യന്മാര് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി എപ്പോഴും അല്ലെങ്കിൽ ചേട്ടനും സ്ത്രീകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു, ഞങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, സ്ത്രീകളോട് മാത്രം നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ മമതയുള്ളൂ, അതേസമയം പുരുഷന്മാർ ഇതേപോലെ ഇതിൽ കൂടെ പല കാര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അതവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഡിപ്രഷൻ, അതായത് ജോലിപരമായിട്ട് ഒരുപാട് ഡിപ്രഷൻസും ഒരുപാട് സ്ട്രഗിൾസും ഉണ്ടാവും. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. അപ്പൊ വീട്ടിൽ വരുമ്പോഴും വീട്ടിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സമാധാനമാണ്. അപ്പൊ ഇവിടെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ, പാരന്റ്സിനായിട്ടുള്ള വഴക്കുകൾ, അതായത് ആ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വരുമ്പോ ഭർത്താവിനോട് എല്ലാം പറയാനാണ് ആ സ്ത്രീ ശ്രമിക്കുന്നത്. അവരുടെ പക്ഷത്ത് നോക്കുമ്പോൾ അവരുടേതായ ശരിയുണ്ട്. പക്ഷെ ഹസ്ബൻഡ് പറയണെന്ന് വെച്ചാൽ ആ ജോലിയുടെ പ്രഷറും പ്രശ്നങ്ങളിൽ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ വീട്ടിൽ അതിനേക്കാളേറെ എപ്പോഴാണ് ജോലിക്ക് നമ്മുടെ ജോലി എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവിങ് ആണ്. ആ സോൾവ് ചെയ്ത് ഒരു നിലയ്ക്കായിട്ടാണ് വീട്ടിൽ വരിക. വീട്ടിൽ വരുമ്പോ ഈ ക്യാമറ ഇത് വർക്കിംഗ് ഇതിൽ ഇത് ശരിയാവില്ല, എന്തെങ്കിലും അത്ര തന്നെയല്ലേ ഉള്ളു മോനെ. ഇങ്ങനെയൊന്നും അല്ല മോനെ ശരിക്കുള്ള ജീവിതത്തിൽ നടക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഭാര്യ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് അമ്മായിശനോടും അമ്മായിമ്മയോടും കലഹിച്ചിട്ടൊന്നും വഴക്കിട്ട് വരുന്ന ഭാര്യയൊന്നുമല്ലല്ലോ. ആ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ അവര് ഫേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് വല്ലാത്തൊരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നാണ് അവർ പറയുന്നത്. ഭാര്യയുടെ പ്രശ്നം അദ്ദേഹം കേൾക്കണം, അച്ഛൻ്റെ അമ്മയുടെയും പ്രശ്നങ്ങളും അദ്ദേഹം കേൾക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം ആര് കേൾക്കും? അതാണ് ചോദ്യം. അപ്പൊ അതിനൊക്കെ എന്താ സൊല്യൂഷൻ? അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ് ചിലപ്പോൾ വേറൊരു ഫ്രണ്ടിനെ തേടി പോവുക, അല്ലെങ്കിൽ വേറൊരു രീതിയിലൊക്കെ പോകാൻ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പയ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എന്താണ് ചേട്ടാ ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ചേട്ടന് വർക്ക് പ്രഷർ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ആ ജോലിയിൽ കുറച്ചും കൂടെ നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചോദിച്ചു. ഓരോരുത്തരുടെ കഴിവുകളും ഓരോരുത്തരുടെ മെത്തേഡ് ഓഫ് ഹാൻഡ്ലിങ്ങും അനുസരിച്ചിരിക്കും. ഇപ്പോൾ പ്രഷർ എടുക്കാൻ തുടങ്ങിയാൽ ഇഷ്ടം പോലെ പ്രഷർ ആർക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് നടക്കാം. എന്നാൽ ഇതിവിടെ അവസാനിക്കുന്നു എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ എൻ്റെ ഫോൺ തുറന്ന് വന്നിരിക്കുന്ന ഇമെയിൽസ് ഒന്ന് വായിച്ചു നോക്കിയാൽ എനിക്ക് പ്രഷർ തുടങ്ങി. അപ്പം ഞാൻ 6 മണി അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇമെയിൽ വായിക്കില്ല. ഇപ്പം നാളെ രാവിലെ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഇത് തുറക്കുക, ആ ബ്രേക്ക് വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ്. അപ്പം അതിനിടയിൽ ഇമ്പോർട്ടൻറ്റ് മെയിൽസ് വന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഫോൺ വിളിക്കുക. അല്ല, അങ്ങനത്തെ ഒരു ഫ്രീഡം ഇല്ലാത്ത ജോലികൾ കുറേ ഉണ്ടാവും. ഫ്രീഡം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അങ്ങനത്തെ ഫ്രീഡം ആരും ആ ഫ്രീഡം തന്നിട്ടില്ല ഞങ്ങൾക്ക്. മിക്കവാറും എനിക്കറിയാവുന്ന എല്ലാവരും അവരുടെ ഇമെയിൽസ് സ്കാൻ ചെയ്തിരിക്കുന്നവരാണ്. ഞാൻ അത് എൻ്റെ ഫ്രീഡം ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇതായിട്ട് ആ സമയത്ത് എന്താ പറയുക, ഓവർ എ പീരീഡ് ഓഫ് ടൈം യു ബിൽഡ് ദാറ്റ് ബ്രാൻഡ്. ആ ബ്രാൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് നമ്മൾ ഔട്ട്പുട്ടായി കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് പലതും ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്
ഓരോരുത്തർ ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റത് എന്ന് പറഞ്ഞാൽ പിന്നെ ഭാഗ്യങ്ങളുണ്ട്. ഇപ്പോ 99 ജോലിക്ക് കയറിയതാണ്, ഇപ്പൊ 2023 ഈ വർഷങ്ങൾക്കിടയ്ക്ക് പല രീതിയിലുള്ള പ്രഷേഴ്സിലൂടെയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. ഈ ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം ഇന്നും കൂടുതൽ പ്രഷറുള്ള ജോലികൾ ഏറ്റെടുക്കാൻ സാധിക്കാനിട്ടല്ല, ഏറ്റെടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ്. എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ്? ഇപ്പോൾ നിങ്ങളൊരു കരിയർ ഓറിയന്റഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രഷേഴ്സ് വീണ്ടും വീണ്ടും കൂടുതൽ ഏറ്റെടുക്കാം. ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ എവിടെയാണ് നമ്മുടെ കംഫർട്ട് ലെവൽ? ഈ കംഫർട്ട് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിന്ന് പോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഇത് നമ്മൾ വേണ്ട എന്ന് വെച്ച് ഏറ്റെടുക്കാത്തതാണ് പലതും. ഇറ്റ്സ് ചോയ്സസ് ദാറ്റ് യു മേക്ക്. അതിനുശേഷം പിന്നെ വീട്ടിൽ വന്നിട്ട് ചലഞ്ചസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ബട്ട് ഇറ്റ്സ് ഓൾ. ഇപ്പൊ എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒരു മീ ടൈം ഉണ്ട്. 4:30 മുതൽ 6 മണി 6:30 വരെ ഒരു ശല്യമില്ലാത്ത മീ ടൈം. ആ സമയത്താണ് നമ്മുടെ ബാറ്ററി റീചാർജിങ് മുഴുവൻ സംഭവിക്കുന്നത്. അതായത് ചിലപ്പോൾ നടക്കാൻ പോകും, ചിലപ്പോൾ വായിക്കും, ഇതെല്ലാം സംഭവിക്കുന്നതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകുന്നത്. സോ ബിഫോർ യു മീറ്റ് ദ വേൾഡ്, you have prepared and calmed yourself, made a promise you will put out the best self forward. ശേഷം ഇപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, വണ്ടി ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ ഒരുത്തൻ വെട്ടിച്ച് കയറി, അല്ലെങ്കിൽ ഇത് നമ്മൾ വല്ലാതെ ദേഷ്യം വരുന്ന സന്ദർഭം കാലഘട്ടങ്ങളുണ്ട്. വെട്ടിച്ച് കയറിയാണ് പോകട്ടെ, നമുക്ക് എന്തായാലും ഇവിടെ ഓഡിബിൾ ഓണാണ്, നമ്മൾ പുസ്തകം കേട്ടുകൊണ്ട് പതുക്കാം. വെട്ടിച്ച് കയറി കുറച്ച് നേരം ട്രാഫിക് ഉണ്ട്, അത് കുഴപ്പമില്ല. ഓഫീസിൽ 7:30 7:45 സമയത്ത് ചെന്ന് കയറുന്നു. 8:15 ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വൈകി സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. അത് കണ്ട് അതങ്ങനെ നടന്നു പോകുന്നു. നമ്മളെ സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ചേട്ടാ, അതുപോലെ തന്നെ ചേട്ടൻ പല കാര്യങ്ങളും, അതായത് ഞാനൊരു ഓവർ ഇമോഷണൽ വ്യക്തിയാണ്. പക്ഷെ ജാൻ ചേട്ടനെ പലപ്പോഴും എനിക്ക് ഒരു ഇമോഷൻ ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരുപാട് ഓവറായിട്ടുള്ള സന്തോഷമോ ഓവറായിട്ടുള്ള വിഷമോ ഒന്നും കാണിക്കാറില്ല. അതെന്തുകൊണ്ട്? അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മരണത്തിനെ ഫേസ് ചെയ്യുന്നത് എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ചില സമയത്ത് ശരിക്കും ഈ മനുഷ്യനത് ഇങ്ങനെ ഒരു വിചാരം ഇല്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ എന്ന്. പക്ഷെ അതും അങ്ങനത്തെ ആൾക്കാരും വേണം എനിക്കറിയാം. എന്നാലും അതെങ്ങനെ സാധിക്കുന്നു? അതും മനഃപൂർവ്വം ചെയ്യുന്നൊന്നല്ല. അത് ഓരോരുത്തര് ഇപ്പോൾ നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഇന്ന രൂപത്തിലായിരിക്കണം അല്ലെങ്കിൽ ഇന്ന പോലത്തെ ഒരു ആളായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ആഗ്രഹിച്ച് ആയിത്തീർന്നാണ്. എനിക്കൊരു ഇമോഷൻസ് വേണ്ട, ഒരു ഇമോഷൻസ് വേണ്ട. കാരണം ചില ഷീൽഡ് ആയിരിക്കാം. ഇപ്പൊ ഈ ഒറ്റയ്ക്ക് വളർന്നതിന്റെ ഒക്കെ ഭാഗമായിരിക്കാം. അതെ, ഒറ്റയ്ക്ക് വളർന്നിട്ട് ഒരുപാട് പേര് വന്നിട്ട് വീട്ടിൽ നിന്ന് എല്ലാരും പോകുമ്പോ വല്ലാത്തൊരു ശൂന്യതയാണ് അല്ലെ, ഭയങ്കര ഒരു വിഷമവും വരച്ചില്ല. അപ്പൊ തോന്നുന്നു ഇവരെന്തിനാ വരുന്നതിന് മുമ്പ് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ട് ഞാനിത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്? ഒരു 9 വയസ്സിലാണോ 10 വയസ്സിലാണോ 5-6 വയസ്സിലൊക്കെ ആൾക്കാർ വന്നാലും പോയാലും ഒന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു അത്രയും ചെറുതായിരിക്കുമ്പോ അത് അറിഞ്ഞിരുന്നില്ല. കുറച്ചും കൂടെ പ്രായമാകുമ്പോഴാണ് നമ്മളെ ഇമോഷൻസ് നമ്മളെ ബാധിച്ചു തുടങ്ങുന്നത്. പിന്നെ കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ കുറച്ചും കൂടെ ബാധിച്ചു തുടങ്ങും. അപ്പൊ ആ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോ എന്തുകൊണ്ട് എനിക്ക് 5-6 വയസ്സുകാരനായിക്കൂടാ, അങ്ങോട്ട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് പൊക്കൂടാ, അങ്ങനെയൊക്കെ വന്നതിന്റെ ഭാഗമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സാഹിത്യം ഇതൊക്കെ തോന്നിയിട്ട് ഏകാന്തത വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആരും ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ സാധിക്കണം, അങ്ങനെ എന്ത് ചെയ്യും, അതിന് പുസ്തകങ്ങളാണോ ഇതാണോ, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ 10-40 വയസ്സാവുമ്പോ പുസ്തകങ്ങളുടെ പോലും ആവശ്യമില്ല. കാരണം നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഈ കുട്ടിക്കാലത്ത് ഇംപ്രഷനബിൾ ആയിട്ടുള്ള മനസ്സാണെങ്കിലും ഒരുപാട് സത്തയില്ല അതിനകത്ത്, വായിച്ചാൽ മാത്രം കയറുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ കാര്യം ഇതുണ്ട് അങ്ങനെ. ഇപ്പൊ ഞാൻ ആലോചിക്കാണ്ട് ജയിലിൽ അടച്ചിട്ടാലും കുറച്ച് സന്തോഷം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ പിന്നെ ആരും ശല്യമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ ഒരു സമയത്തൊക്കെ ചിലപ്പോ
ഈ മനുഷ്യന് ഇങ്ങനെ ഇപ്പൊ ഒരു നമ്മളെ ബന്ധുക്കളുടെ മരണം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്രൈസിസിൽ കൂടെ ഒരാൾ കടന്നു പോകുന്നു, ആള് ഭയങ്കര കൂളായിട്ട് മരണം പിന്നെ ഇപ്പൊ എന്നെയൊക്കെ എഫക്ട് ചെയ്യുന്ന രീതി എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സമയത്ത് ഒരു തരിപ്പ് കയറുന്ന പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഇപ്പോൾ വീണയുടെ അമ്മ മരിക്കുന്നു, ദെൻ ഫസ്റ്റ് തിങ് ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് ഇസ് വീണയ്ക്ക് നാട്ടിലെത്താനുള്ള വഴി എന്താണ്, എന്താണ് ടിക്കറ്റ് അല്ലെങ്കിൽ ഇത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം എപ്പോഴെങ്കിലും വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ കരയാം, അത് അവനവന്റെ സമയത്ത് എപ്പോ വേണമെങ്കിൽ. അതിപ്പോ വീണയുടെ അമ്മ എന്നുള്ളല്ലേ, ഏത് മരണമോ ഏത് ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വിഷമം ഇല്ലാതല്ല, വിഷമം നമ്മളെ എന്താ പറയാ കരച്ചിൽ ഉണ്ടാക്കി കരയുണ്ടല്ലോ, അത് നമ്മൾ ഓവർ പവർ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. മിക്കവാറും സന്ദർഭത്തിൽ ഓവർ പവർ ഇല്ല, ഇറ്റ് വിൽ. ഇപ്പോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ രണ്ടാം ലോകമായത് കാലത്ത് ഈ അണുബോംബിന്റെ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തിരുന്ന ഒരു ടീമിലെ മെയിൻ അംഗമായിരുന്നു അദ്ദേഹം. ആ റിസർച്ചിനിടയ്ക്ക് പെട്ടെന്ന് ഭാര്യയ്ക്ക് അസുഖം കൂടി അവിടെ ചെന്ന് കുറച്ച് സമയത്തിൽ അവൾ മരിച്ചു. എന്നിട്ട് തിരിച്ച് റിസർച്ച് ടീമിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ കണ്ടോളൻസസ് ഓഫർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് റിച്ചർഡ് ഫെയ്ൻമാൻ തോന്നുന്നു, അത് ഹീസ് ജസ്റ്റ് ഇമ്മേഴ്സ്ഡ് ഹിംസെൽഫ് ഇൻ ടു വർക്ക്. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ദിവസം വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു കടയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാനക്കിനിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് അത് നോക്കി എന്നിട്ട് പെട്ടെന്ന് അയാളുടെ ഉള്ളിൽ നിന്ന് ആ സങ്കടം മുഴുവൻ പൊട്ടി പുറത്തു വരികയായിരുന്നു, ആ ഭാര്യയോടുള്ള സ്നേഹം മുഴുവൻ. അപ്പൊ അതുപോലെയാണ് മനുഷ്യർ. ചിലപ്പോ ആ ടൈപ്പ് ഓഫ് ബീയിങ് ആയിരിക്കാൻ വേണ്ടി ആ സമയത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ വരുന്നു ഫസ്റ്റ്, അല്ലെങ്കിൽ പ്രയോറിറ്റീസ് വരുന്നു. അതിനുശേഷം നമ്മുടെ സങ്കടത്തിന് നമ്മുടെ അതിൻ്റെതായ സമയമുണ്ട്. ചിലപ്പോൾ ആ ഒരു കഥാർസിസ് മൊമെന്റ് എന്ന് പറയില്ലേ, ആ ഡ്രസ്സ് കണ്ട് പൊട്ടി കരയുന്ന മിനിറ്റുകളായിരിക്കാം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയാ സീക്രട്ട് മൊമെന്റ്സ്. ഞാനിത് എന്ന് കേട്ടാലും കരച്ചിൽ വരും എനിക്ക്. ആണോ? ഞാൻ എന്നോട് സങ്കല്പിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കിട്ടിയ അതും ഇല്ല, ആ മനുഷ്യൻ ഡ്രസ്സ് കണ്ടെങ്കിലോ ഇത് പിന്നെ അതും ഉണ്ടാവില്ല. നീ മരിച്ചാല് കാര്യം നല്ല പാത്രം കാണും, ആ കയ്യില് ഈശ്വര പാവം വീണ ചിരിച്ചോണ്ടിരിക്കണം കയ്യില് കണ്ട് ഞങ്ങള് ഭയങ്കര ഹാപ്പി അല്ലേ. അതൊക്കെ സാധ്യതയുണ്ട്. നല്ല വീണ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല പിടിയുള്ള പാത്രം. അതും ഒരു ഭാഗ്യം വേണം. ഇങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. അതാണ് ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലിരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഒത്തുപോകും, അതുകൊണ്ട് മനസ്സിലാവും അങ്ങോട്ട്. അല്ലെ, ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ കേസ് വരുമ്പോ, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് കേസ് വരുമ്പോ എവിടേക്കെങ്കിലും പോകേണ്ട ഒരു സന്ദർഭമായിരിക്കും. വീട്ടില് മരിച്ചു ഇങ്ങോട്ട് പോകണം, അപ്പൊ മിക്കവാറും ഡ്രൈവർ ഡ്യൂട്ടി ആയിരിക്കും. ആൻഡ് യു കനോട്ട് ബി ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ ആക്സിഡന്റ് പറ്റി കിടക്കണം അല്ലെങ്കിൽ. അപ്പൊ ആ സമയത്ത് അതാണ് ആവശ്യം, മനസ്സിലായ? അപ്പോൾ ജാനു വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഞാൻ എടുക്കാം. നീ വേറെ ആളുണ്ടാവില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടില് പലപ്പോഴും പ്രായമായവരൊക്കെ ഉള്ളപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഇതില്ലേ, അന്ന് ഞാൻ ചെറുപ്പക്കാരനായിരുന്നു. അപ്പൊ അതിൽ കൂടെയൊക്കെ രൂപപ്പെട്ട് വരുമ്പോൾ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇല്ലേ, അവരും അതുപോലെയൊക്കെ. പക്ഷെ ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മളൊന്ന് കൺസോൾ ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെയൊക്കെ ആയിരിക്കാം, ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും. പക്ഷെ ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു കെട്ടിപ്പിടുത്തം, ഒന്ന് എന്താ പറയാ സാരല്ല ശരിയാവുന്നുള്ളൊരു, അത് ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് കിട്ടാണ്ടിരിക്കുമ്പോൾ
അത് ഓരോ അതിന്റെ ഒരാവശ്യം ഉണ്ടാവാറില്ലേ? ഇവിടെ മിക്കവാറും അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഒരു 100 ആളുണ്ടാവും. അല്ല, അത് വേറെ അതിനിടയിൽ കൂടെ ഞാൻ വന്ന് ഇനി എന്റെ കെട്ടിപ്പിടുത്തം കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് 100 പേര് എന്നെ സഹായിക്കാനും എന്നെ സ്നേഹിക്കാനും ഉണ്ടെന്ന് വെച്ചിട്ട് എന്റെ ഭർത്താവിന് പകരം വയ്ക്കാൻ പറ്റുമോ? ആ 100 പേർക്ക് ഒരിക്കലും ഇല്ല. അതൊരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നത്. സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഭർത്താവിന്റെ സാന്നിധ്യവും എന്റെ ഭർത്താവിന്റെ ഒരു സാന്ത്വനമാണ്, മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ എന്റെ മക്കളുടെ അവിടെ ഭാഗ്യമാണ്. എനിക്ക് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്റെ ചുറ്റുപാടുണ്ട്. പക്ഷെ എന്നാ പോലും ജാൻ ജോഷിക്ക് പകരം വെക്കാൻ ആർക്കും പറ്റില്ല, അല്ലെ? ഞാൻ വിചാരിക്കും അവർക്കൊക്കെ ഒരു അവസരം കിട്ടല്ലേ വീണേനെ ആശ്വസിപ്പിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ തെറ്റുന്നത്. അതൊരിക്കലും അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് വിഷമില്ലാന്നോ താങ്കൾക്ക് എന്നോട് സഹതാപം അതില്ലാന്നല്ല. പക്ഷെ ആ സമയത്ത് താങ്കൾ അതറിയാമെങ്കിൽ ഇതൊക്കെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒരു സങ്കടം വരുമ്പോ ഞാൻ ആദ്യം ഓടിയെത്തുന്ന എന്റെ കെട്ടിയോന്റെ അടുത്തായിരിക്കും, അല്ലെ? എനിക്ക് താങ്കളുടെ ഒരു ചുമലാണ്. അതിപ്പോ ശീലായി. പക്ഷെ ഞാൻ അങ്ങനെ വരുന്നത് എനിക്ക് അത്രമാത്രം തീവ്രമായിട്ട് വിഷമം വരുമ്പോ മാത്രമേ ഞാൻ തേടി വരാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം അത് കരഞ്ഞ് തീർക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പോ ചില സമയത്ത് നമുക്കൊരു ആവശ്യം ഒരാൾ വേണം, മനസ്സിലാവണ്ട? അതുകൊണ്ടല്ലേ നമ്മളൊരു കുടുംബം എന്ന് പറയുന്നേ. അപ്പൊ മറ്റുള്ളവർക്ക് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന എന്റെ വീട്ടില് എന്റെ ഭർത്താവ് എനിക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെന്താ? അപ്പൊ എല്ലാ സമയത്തല്ല, പക്ഷെ ചില സമയത്ത് അത് നമ്മൾ ചിന്തിക്കണം. അത് ഭാര്യയുടെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും നമ്മളൊരു മകനും കൂടിയാണെന്നുള്ള അല്ലെങ്കിൽ ഒരു ഭർത്താവും കൂടിയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു എന്താ പറയാ നന്നായി പോവും. അത്രേ ഉള്ളൂ. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് എല്ലാം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കുകയാണ്, ബ്ലെസ്ഡ് ആണ്. ഒരുപാട് എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളും ഇപ്പോഴും ഉണ്ട്. എനിക്ക് മെസ്സേജുകൾ ഡെയിലി എന്നുള്ള രീതിയിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ധന്യവർമ്മയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കേൾക്കാൻ ഒരു ആളുണ്ടായിരുന്നെങ്കിൽ എന്നൊരു പലർക്കും ഇല്ലാത്തൊരവസ്ഥയാണ്. പലരും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കേൾക്കും, അതായത് അവരെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ തോന്നൂല. അതായത് ആർക്കോ വേണ്ടി എന്തിനാ വേണ്ടി പറയ് എന്ന് പറയുന്ന സംഭവമില്ല. അന്ന് പറയും ഞാൻ കേൾക്കാന്ന് പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം പലതും ചിന്തിച്ച് ഇവിടെയൊന്നും ആയിരിക്കില്ല അവരുടെ മനസ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു കേൾവിക്കാരനുണ്ടായിട്ടും കാര്യമില്ല. നമ്മളെ ശ്രവിക്കുന്ന ശരിക്കും നമ്മുടെ പ്രോബ്ലം അറിഞ്ഞ് നമുക്കൊരു സൊല്യൂഷൻ ഒന്നും വേണ്ട, പക്ഷെ അത് മര്യാദയ്ക്കൊന്നും ഇരുന്ന് കേൾക്കാനുള്ള ഒരു അവസ്ഥ ഉള്ള ഒരു നല്ലൊരു ഫ്രണ്ടോ എന്താ പറയുക റിലേറ്റീവോ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. അങ്ങനെ ഡെയിലി ബേസിസിൽ എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കേൾക്കുന്ന കഥകൾ ആണ് കൂടുതലും. ഇപ്പോൾ കഥകളല്ല, ജീവിതമാണ് കൂടുതൽ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അനുഭവിച്ചത് ഒന്നുമല്ല. ഇപ്പോൾ ടി വിയിലും പത്രമാധ്യമങ്ങളിലും കാണുന്നതിനേക്കാളും ഭീകരമായുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ആൺകുട്ടികളും ഉണ്ട് അതിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആൺകുട്ടികൾ ഇപ്പോൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടിട്ട ഞങ്ങളുടെ പ്രോബ്ലംസ് ആരും അറിയുന്നില്ല, നമ്മൾ വിളിച്ചു പറയുന്നില്ല. പക്ഷെ അങ്ങനെയുണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, വലിയ ആളുകൾ പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരുപാട് ബ്ലെസ്ഡ് ആണ്. അല്ല, എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളുണ്ട്. ഈ പറയുന്ന ഞാനും പെർഫെക്റ്റ് അല്ല, ചേട്ടനും പെർഫെക്റ്റ് അല്ല. അപ്പം നമുക്ക് നമ്മുടേതായ ശരികളും നമ്മുടേതായ തെറ്റുകളും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും പറ്റില്ല, പക്ഷെ സിംഹമാവാൻ ശ്രമിക്കാൻ തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പണ്ട് ഫീൽ ചെയ്തിട്ടുള്ള, പണ്ടല്ല ഈ പറഞ്ഞ പോലെ പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ ചില ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ജാൻജനോട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജാൻജേട്ടൻ നേരത്തെ പറഞ്ഞു, സ്വന്തമായി സന്തോഷം, സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല. ഞാനൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് ഇപ്പോഴും ആ സ്നേഹത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ സന്തോഷത്തിൻ്റെ. ഇപ്പോൾ ജാൻ ജോഷിയുടെ ഫേസ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറച്ചൊന്ന് കനത്ത മുഖത്തോടു കൂടി വരിക, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആൾ മിണ്ടുന്നില്ല കുറച്ച് നേരം, അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ അത്രയും നേരം ഇരുന്ന് നമ്മുടെ സന്തോഷം പോയി കിട്ടും. ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ ഗ്ലൂമി ആവും. എന്താ ഈ ജാൻ പറ്റിയത്, എന്തെങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോദ്യങ്ങളാണ്, എന്ത് പറ്റി, ഇന്ന് ഉണ്ടാവുക, എന്നോട് മിണ്ടാത്തെ. അപ്പോൾ എൻ്റെ സന്തോഷം അവിടെ നഷ്ടപ്പെട്ടു. പക്ഷെ ജാൻ ജോഷിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ജാൻ അങ്ങനെയല്ല. ജാന് സന്തോഷമാണെങ്കിൽ ജാൻ ഇപ്പോൾ ഞാൻ മിണ്ടിയില്ലെങ്കിലും അവി മിണ്ടിയില്ലെങ്കിലും നന്ദു മിണ്ടിയില്ലെങ്കിലും ഹി ഡോണ്ട് മൈൻഡ്. ആ പുള്ളി ഹാപ്പി ആണെങ്കിലും എന്തെങ്കിലും വായിച്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ വീഡിയോ കണ്ടോണ്ടിരിക്കും. പുള്ളി ബോധേടല്ല. അപ്പം അതാണ് ഞാനും ജാനും തമ്മിൽ വ്യത്യാസം. ഞാൻ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ സന്തോഷത്തിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ ശ്രമിക്കാറുണ്ട്, മാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ മീ ടൈമും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുഴുവനൊക്കെ ശരിയാവുന്നില്ല. പിന്നെ പ്രിപ്പയർഡ് ആവണം. പിള്ളേരൊക്കെ പോവും, കുറച്ച് നാൾ കഴിയുമ്പോൾ കൂട് എം ടി ആവും,
അപ്പോഴാണ് എന്താ അപ്പോഴാണ് മിക്കവാറും പൊരിഞ്ഞ തല്ലും ഇതൊക്കെ ആയിട്ട് പോകും. അല്ല, എനിക്ക് എന്തെങ്കിലും അപ്പോഴേക്കും തിരിയണം, എന്തെങ്കിലും എൻഗേജ്മെന്റ് വേണം. എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പോവാ. അല്ല, ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ എത്ര കാലം ഉണ്ടാവും അറിയില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു നമ്മൾക്ക് എൻഗേജ്മെന്റ് ഫാക്ടർ തേടണം. അതെന്താന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മള് നാട്ടിൽ പോയി ഒന്ന് സെറ്റിൽ ചെയ്യാനൊന്നും വിചാരിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ ഇവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ആ, താങ്കൾ വരില്ലല്ലോ. അല്ല, നിനക്ക് 2-3 മാസം നാട്ടിൽ പോയി നിൽക്കാൻ വേണമെങ്കിൽ 2-3 ദിവസം നാട്ടിൽ പോയി 2-3 മാസം 2-3 മാസം നാട്ടിൽ പോയി ഇടയ്ക്ക് ഒരു 10 ദിവസത്തേക്ക് വന്നു പോയാ എന്നെ പറഞ്ഞു നല്ല പൂതി നോക്കി. അല്ല, അതൊക്കെ ഇല്ല ലൈഫിൽ. ഇപ്പോ ഒരുപാട് പേര് ഇപ്പോ ഈ 50+ കഴിഞ്ഞ ആൾക്കാര് കുട്ടികൾ പഠിക്കാൻ പോയി, അല്ലെങ്കിൽ ജോലിക്ക് പോയി, ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുമ്പോ അപ്പോൾ എന്തിലോട്ടെങ്കിലും നമ്മൾ എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. കാരണം അപ്പോഴാണ് മെനോപോസിന്റെ, ഇപ്പൊ മെനോപോസ് എന്ന് പറഞ്ഞ ആൾക്കാർ കുറെ പേര് പേടിക്കുന്നുണ്ട്. എനിക്കറിയില്ല നമുക്ക് എന്നാ ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോണെന്ന്. പക്ഷെ അതിനെ നമുക്കത് ലൈറ്റായിട്ട് നേരിടാൻ പറ്റുമെന്നെങ്കിൽ തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. ഷെയർ ചെയ്യുക. മെനോപോസ് എന്നുള്ളതിന് വലിയൊരു വിപത്തായിട്ട് അയ്യോ അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോയി, അങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇപ്പം എന്നോട് സംസാരിക്കാറുണ്ട്. അയ്യോ ഇതിപ്പോൾ എനിക്ക് മെനോപോസ് എന്നാണ് തോന്നുന്നത്. അല്ലാതെയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. മെനോപോസ് മാത്രമല്ല പ്രശ്നം. നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ശരീരവും മനസ്സും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നു. എന്തൊരു ആവശ്യത്തോടെ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്ത എന്തൊരു സുഖല്ലേ. കാരണം നമുക്ക് വേറെ രീതിയിൽ അതുപോലത്തെ പലതും ഇല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിലോട്ട് ഞങ്ങളും പോകാൻ തയ്യാറാണ്. എന്ത് വായനപ്പുസ്തകമായിരിക്കും ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മള് പലതും ഒരു പെർമനൻസ് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ. എനിക്ക് ഇന്ന് ജോലിയുണ്ട്, അടുത്ത 20 കൊല്ലത്തേക്ക് ഈ ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ശമ്പളം ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ വേണം. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ജീവിച്ചു, ഇനി ഇത് മുകളിലോട്ട് മാത്രമല്ല താഴോട്ടും പോകാല്ലേ. വളരെ തുച്ഛമായ, വളരെ ലിമിറ്റഡായ, പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലില് ഒരു കുഗ്രാമത്തിലോ എവിടെയെങ്കിലും ചെന്ന് കുറച്ചാണ് ചോദിച്ചാൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ. കുറച്ച് ഒരു വല്ലാത്ത പുതുമയില്ലേ അതിന്. അത് കഴിഞ്ഞ് അതിപ്പോ കുറെ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി ജീവിതം ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ചില ആൾക്കാർ പോയി തപസ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കുന്നത് കഴിഞ്ഞിട്ടുള്ള ലൈഫില്ല. പക്ഷെ ഇപ്പോ ചെറുപ്പക്കാര് പിള്ളേർക്ക് അവരുടെ ആ ഒരു പീക്കിലിരിക്കുന്ന സമയത്ത് താഴോട്ട് പോകാൻ അവർ ആഗ്രഹിക്കില്ലല്ലോ. പല ഇതുകളും ഉണ്ട്. ഇപ്പൊ പീക്കിലിരിക്കുന്ന പലരും അതുപോലുള്ള എന്താ പറയുക യാത്രകൾക്ക് പോകുന്നത്, അവര് ജോലി റിസൈൻ ചെയ്ത് അങ്ങനത്തെ ഇതുകൾക്ക് പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ അതിപ്പോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ അങ്ങനെ ചെയ്യില്ല. എല്ലാം ഉണ്ട്, എന്റെ കയ്യിൽ ഇപ്പൊ ജീവിക്കാനുള്ള പൈസയുണ്ട്, അല്ലെങ്കിൽ എന്റെ അച്ഛനെയും നോക്കേണ്ട ആവശ്യമില്ല, വീടുണ്ട്, അങ്ങനെ ഉണ്ടെന്നുള്ള ആൾക്കാരാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇപ്പൊ താങ്കളുടെ എത്ര ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ താങ്കള്, ഞാൻ പേര് പറയുന്നില്ല, ഒരു ആളില്ലേ, ഫ്രണ്ടില്ലേ, അദ്ദേഹം കഷ്ടപ്പെട്ട് അവിടെ വീട് വെച്ചു, എന്നോട് പറയാറില്ലേ പുള്ളി എത്ര ഏബിൾ ആണ്. അപ്പൊ ആ പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെയാണ് അദ്ദേഹം വീട് വെക്കുന്നതും കല്യാണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അതും വലിയൊരു ഭാഗ്യമായിട്ടല്ലേ കാണുന്നത്. അതൊക്കെ ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് വീട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. 2 വീട്, ഭാര്യയ്ക്ക് അവിടെ വീടുണ്ട്, ഇവിടെയും വീടുണ്ട്, അച്ഛനമ്മയ്ക്കും എന്താ പെൻഷൻ അല്ലെങ്കിൽ പൈസ ഉണ്ട്, അങ്ങനത്തെ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ. അപ്പൊ ഫ്രീ ബേഡായിട്ട് സഞ്ചരിക്കാം, അല്ലെങ്കിൽ തപസ് ചെയ്യാൻ പോവുക, ആരും ഇവിടെ തടയാൻ പോകുന്നില്ല. പക്ഷെ മറ്റവർക്ക് അങ്ങനെയല്ല. അപ്പൊ അതാണ് പറയണത്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇതിനൊക്കെ ശേഷമാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന മെനോപോസ് അതുപോലുള്ള ഒരു പ്രോഗ്രഷനിലോട്ടല്ലേ നിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു പ്രോഗ്രഷനായിട്ട് കണ്ടാൽ പോരെ അതിന്. എല്ലാം ഉള്ളവർക്ക് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇപ്പോ ഈ 45, 44, 43 വയസ്സ് നമുക്കായി. ഇപ്പൊ 50 വയസ്സിൽ മെനോപോസ് നിൽക്കുക. 50 വയസ്സിൽ എവിടെ എത്തിപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതായത് അവർക്ക് ഇപ്പോഴും ചിലപ്പോ മക്കളുടെ കാര്യങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ വീട് എന്നുള്ള സ്വപ്നം സാധിക്കാത്തവരുണ്ടാവും. അതൊക്കെ സാധിക്കുന്നവർക്ക് കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മെനോപോസ് എന്നുള്ളതിന് ഇപ്പൊ 50 വയസ്സാവണമെന്നില്ല, 40 വയസ്സിൽ മെനോപോസ് ആവും. അതല്ല മെനോപോസ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെയൊക്കെ ഒരു പ്രോഗ്രഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മളത് കാണാൻ തുടങ്ങിയാൽ നമുക്ക് കുറെ കൂടെ ഹാപ്പി ആയിരിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോകം നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും പല ഇതിലൂടെ. അത് വേണം, വീട് സ്വന്തമായിട്ട് വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്
തൃപ്തി നേടാൻ നമുക്കും പറ്റില്ല. നമ്മളും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യാലോ, അല്ലെങ്കിൽ കുറച്ച് പൈസ വന്നാൽ അത് ഇതിലേക്ക് ഇടാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഡസ് ഇറ്റ് റിയലി മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ് എന്നുള്ള ചോദ്യം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ് പ്രോബബ്ലി ഗിവ്സ് യു എ ബെറ്റർ ആൻസർ. മനസ്സിലായി? അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നു, ഇത്രയും നല്ല സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് കുറേ സർപ്ലസ് മണി ഉണ്ട്, നമ്മൾ വേറൊരു വീട് വാങ്ങിച്ചിട്ടു, അത് വാടകയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് ഇൻകം വരുന്നു, റൈറ്റ്? അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇൻകം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. ബട്ട് ആ വീട് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും വീട് വാങ്ങിക്കുന്നത്. നമുക്കൊരു ഇൻകം ആവേണ്ട സാധനം അത് ബാങ്കിനാണ് മെയിൻ ഇൻകമായി മാറുന്നത്, അല്ലേ? ഒരു ലോൺ എടുത്ത് 15 വർഷത്തേക്ക് ലോൺ എന്ന് പറഞ്ഞാൽ ആ 15 വർഷത്തേക്ക് ലോണിന്റെ ഒരു 80% ആദ്യം അടയ്ക്കുന്നത് മുഴുവൻ ബാങ്കിന്റെ പലിശയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആരും എവിടെ എത്തില്ല പാപ്പാ. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോ അതേ സമയം അങ്ങനെ ചിന്തിക്കാതെ ഈ പല കോംപ്രമൈസസും ചെയ്തുകൊണ്ട് വീട് വാങ്ങിച്ചു, നമ്മളവിടെ താമസിക്കുന്നു, ഈ ബാങ്കിന്റെ ലോണൊക്കെ അടച്ച് കുറച്ച് നാൾ കഴിഞ്ഞു പെട്ടെന്ന് ഇതിന് ഭയങ്കരമായിട്ട് വില കൂടി, പെട്ടെന്ന് ഭയങ്കര ഹാപ്പി ആയി നമ്മൾ, അല്ലേ? പക്ഷെ ആ നമ്മൾ താമസിക്കുന്ന വീടിനാണ് അതിന് എത്ര വില കൂടിയാലും എത്ര വില കുറഞ്ഞാലും ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. അത് മനസ്സിൽ വില കൂടിയ ഹാപ്പി, വില കുറഞ്ഞ അയ്യോ എന്ന് പറഞ്ഞിരിക്കും. എന്താ അതൊക്കെ റിലേറ്റ് ചെയ്യുമോ? നമ്മൾ എവിടെ എത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അല്ല നീ പറഞ്ഞല്ലോ. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എന്താണ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം ആ വീട്ടിലായാലും വേറെ വാടക വീട്ടിലായാലും സന്തോഷമായിട്ട് കുടുംബമായിട്ട് നല്ല എവറി ഡേ ദർ ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫുൾഫില്ലിങ് ഫോർ യു ടു ഡു. അതുണ്ടാവുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഹാപ്പി ആവാൻ എല്ലാ മാർഗമുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഇവിടെയൊക്കെ താമസിച്ചുകൊണ്ട് പറയാം, അയ്യോ എൻ്റെ ലോൺ അടഞ്ഞു തീർന്നിട്ടില്ല, അയ്യോ എൻ്റെ ഞാൻ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കാം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വിഷമങ്ങളാണ്, അല്ലേ? ഇപ്പൊ നീ പറഞ്ഞില്ലേ 50 വയസ്സായി എവിടെ എത്തിയിട്ടില്ല, എവിടെ എത്തണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? അതെ. അപ്പോ നമ്മൾക്ക് ഈ കാണുന്ന കോടീശ്വരന്മാർ അംബാനി മുതൽ എല്ലാവരും, അതായത് അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അവരിങ്ങനെ എനിക്കിത് മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ ഇവരാരും ഈ പൊസിഷനിൽ എത്തില്ല. അങ്ങനെയുള്ളവരുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാലോ, അവര് ചെയ്തോളൂ ഈ പണിക്ക്. അതാ പറയണത്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ അവർക്ക് ഒരു ലക്ഷ്യങ്ങളുണ്ട്. അത് ഡിപ്പെൻസ് ഓരോ മനുഷ്യർക്കും. അപ്പൊ അത് ഇപ്പൊ ഞാൻ അന്ന് രജുലായിട്ട് സംസാരിച്ചപ്പോ, എന്റെ സുഹൃത്ത് രജുലായിട്ട് സംസാരിച്ചു, രജുല അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. രജു പറഞ്ഞു, എനിക്ക് ആ പ്രഷേഴ്സും ഇതുകളും വരുന്ന സമയത്താണ് ഞാൻ ഫുള്ളി ആക്റ്റീവ് ആവുന്നത്. ഈ അംബാനിയും അവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് അതിനായിട്ട് കട്ട് ഔട്ട് ചെയ്തുള്ള ആൾക്കാരുണ്ട്. അവരെ റോൾ മോഡലായി വെച്ചുകൊണ്ട് നമ്മൾ അതുപോലെ ആവണമെന്ന് ചിന്തിക്കരുത്. പ്രോബബ്ലി നിങ്ങളത് എൻജോയ് ചെയ്യുന്നത്, നിങ്ങൾ ഹെല്ലിലൂടെ കടന്നു പോകുന്നുണ്ടാവും ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് കഴിയുമ്പോൾ ഓക്കെ എന്ന് തോന്നുന്നുണ്ടാവും. ഡിഡ് യു ലേൺ സംതിങ്? ഡിഡ് യു എൻജോയ് ദാറ്റ്? എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ആർ നോട്ട് എൻജോയിങ്, പ്രോബബ്ലി ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ യു. പ്രോബബ്ലി ചിലർക്ക് നിവൃത്തി ഉണ്ടാവില്ല, നിലനിൽക്കാൻ ഇത് ചെയ്തേ പറ്റുമെന്നുള്ളവരുണ്ടാവും. ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആരോ ഷസാം എന്ന് പറഞ്ഞ ചെക്കൻ പറയുന്നുണ്ടായിരുന്നില്ലേ, ഈ മറ്റേ വീഡിയോസ് ചെയ്യുന്ന ഷസാം എന്നാണ്. യൂട്യൂബിൽ ഇൻകം ഇതൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടണം, ഇൻകം കുറച്ചും കൂടെ തന്നാൽ ഞാൻ ഡിപ്രഷനിലോട്ട് പോകുന്ന പോലെ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റിന്റെ, താങ്കളും ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റിനോടുള്ള ഒരു ആത്മാർത്ഥത ഇല്ലാതായി പോകല്ലേ. എൻഡ് ഓഫ് ദി ഡേ യു ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ മെയിൻറ്റെയിനിങ് ദാറ്റ് ഇൻകം വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് യുവർ റേഞ്ച്. യൂട്യൂബ് ഒരു ദിവസം ആൽഗരിതം മാറ്റുകയോ അല്ലെങ്കിൽ അഡ്വർടൈസേഴ്സ് ഇ കൊമേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുകയോ ചെയ്താൽ ഇതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ കണ്ടന്റ് യു ആർ പുട്ടിങ് ഔട്ട്, അല്ലേ? അപ്പോൾ അതില് ഇപ്പൊ ഞാൻ തിരിച്ചു വരുന്ന ഹാപ്പിനെസ് എന്നുള്ള ഫാക്ടറിലേക്കാണ്. എവിടെയാണ് നമ്മൾ ഹാപ്പി ആവേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആവേണ്ടത്,
അത് ഈ നൃത്തം പഠിക്കാൻ പോകുന്ന പോലെയോ അല്ലെങ്കിൽ വരയ്ക്കാൻ പഠിക്കുന്ന പോലെയോ അതുപോലെയൊക്കെ തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കേണ്ട ഒരു സ്കില്ലാണ്. അപ്പോൾ ആ പഴയ ചോദ്യത്തിലേക്ക് വരണം, എങ്ങനെയാണ് നിർവികാരനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അതൊരു സ്കില്ലാണ്. അത് നമ്മൾ ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു സ്കില്ലാണ്. അത് അല്ലെങ്കിൽ ജീവിതം തള്ളിയിട്ട് നമ്മൾ അതിന് ജാൻചേട്ടൻ ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ച സമയത്ത് ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, പുള്ളി കല്യാണം കഴിക്കുന്നത് പുള്ളിക്ക് 29 വയസ്സുള്ളപ്പോഴാണ്, എനിക്ക് 27 വയസ്സും. അപ്പൊ 32 വയസ്സിൽ അടിച്ചു പോവും, ഞാൻ അടിച്ചു പോവും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 3 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഇത് ഡെയിലി എണീക്കുമ്പോ ഞാൻ ചിലപ്പോ മൂക്കിൽ വിരൽ വെച്ച് നോക്കും, ജീവനുണ്ടോ. അപ്പൊ അത് അറിയോ, കല്യാണം കഴിഞ്ഞ് വരുന്ന ഭാര്യയെ നല്ല കുട്ടിയാക്കാൻ. അതെ, ഭയങ്കര സംഭവമായി. ആ 3 വർഷം ഞാൻ മരിച്ച് ജീവിക്കായിരുന്നു. നിങ്ങള് ഭയങ്കര സാഡിസ്റ്റിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യണ്ടായിരുന്നത്. ഇതിപ്പോ നമ്മളെ മനസ്സിൽ ഇതുള്ള ദൈവങ്ങളെ മുഴുവനും പ്രാർത്ഥിച്ച് എന്തൊക്കെയാ വഴിപാട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്ത് അങ്ങനെ അത് കാരണം പിന്നെ അതെ. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അപ്പൊ പറഞ്ഞു എന്താന്ന് വെച്ചാൽ എന്നോട് പറയും, അതെ ഇപ്പൊ ഞാൻ മരിച്ചു പോയാലും നീ ജീവിക്കണം, അത് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കണം, ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ പോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഇന്നതൊക്കെ ചെയ്യണം. അതൊക്കെ അന്ന് ചെയ്തു, അതൊക്കെ പഠിച്ചു. ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോകും, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ദുബായി വന്നിട്ട് എല്ലാത്തിനും ഞാൻ കൊണ്ടുവെടുക്കാൻ അയ്യോ ഇതൊക്കെ അന്ന് ചെയ്തിട്ടില്ലേ? എപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ചെയ്തോണ്ടല്ലേ ഇപ്പൊ ചെയ്യാം. അല്ല അന്ന് എനിക്ക് നേരത്തെ ട്രെയിനിങ് ആണ്. അതെ, അത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്, ഒരു എല്ലാത്തിലും നല്ല ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത് വളരെ നല്ലൊരു ശരിയായ ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കാൻ പാടില്ല. അപ്പൊ ടോർച്ചർ ചെയ്തില്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു അല്ലേ? സത്യം പറ. അല്ല അതാ ഞാൻ പറയാം. അപ്പൊ ഞാനൊക്കെ ഉരുകി വെന്ത് ജീവിക്കുന്നു. ഇപ്പൊ ഭയങ്കര ചിരിക്കുന്നു. അന്നൊക്കെ ദൈവമേ ഈ മനുഷ്യൻ ഇങ്ങനെ പറയണത്, അതും വലിയ വലിയ ആൾക്കാരെ വെച്ച് ഉപമിക്കല്ല. അപ്പൊ ഞാൻ വെച്ചു ഇങ്ങനെയൊക്കെ ഇച്ചിരി ഇതുള്ളതാണല്ലോ, തല മൂളയുള്ളതാണല്ലോ, ഇനിയിപ്പോ പറഞ്ഞ പോലെ ആവോ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇന്നൊരു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നീ മരിച്ച എന്ത് ചെയ്യും, അതിനെ കുറിച്ച് അങ്ങനെ ഡിസ്കഷനും. അപ്പൊ മറ്റേ ഇതൊക്കെ എഴുതി തന്നിട്ടില്ലേ, ബാങ്കിന്റെ അക്കൗണ്ട്, അത് അച്ഛനും മോനും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ശരിയാണ്. ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടതാണ്, നമുക്കിത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പോലും എനിക്കൊരിക്കലും അങ്ങനെ ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അതായത് ഇങ്ങനെ ഞാനിങ്ങനെ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ വേർഡ് പറയുമ്പോൾ തന്നെ നമ്മളവിടെ ഓഫായി പോയി, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പ എന്നോട് പറയും, അച്ചുവേട്ടന്റെ വീട് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ നീ? ആ ഒരു അപ്പൊ അതൊക്കെ അതല്ല, ഞാൻ തെറ്റു പറയല്ല. പക്ഷെ അങ്ങനെയാണ് ജാൻ എന്ന് പറയായിരുന്നു. ജാൻ അങ്ങനെ എല്ലാം ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടത് പ്രാക്ടിക്കലാണ് ഭയങ്കരമായിട്ട്. അതാണ് പറയുന്നത്. എന്റെ ഭർത്താവ് പ്രാക്ടിക്കലും ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്? അതുകൊണ്ട് ഡിപ്രഷനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഒന്നും വന്നിട്ടൊന്നുമില്ല, ദൈവം സഹായിച്ചിട്ട്. പ്രസവത്തിന്റെ സമയത്തുള്ള മറ്റേ ഡിപ്രഷൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ഡിപ്രഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് അപ്സ് ആൻഡ് ഡൗൺസ് മനുഷ്യരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനൊരു മരുന്ന് കഴിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. എന്ത് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടോ? എനിക്ക് ഡിപ്രഷൻ ഒന്നും ഇല്ലല്ലോ. എന്താ എനിക്ക് ഡിപ്രഷൻ പോളാണ്, എന്റെ ഡിപ്രഷൻ ആക്കല്ലടാ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് എന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഒക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.